മേഘം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന രാജാതിരാജനായ ദൈവകുമാരന്റെ തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് സംസാരിക്കുകയും സമയത്തിന്റെ പൂർണ്ണതയിൽ തന്റെ പുത്രനെ അയക്കുകയും ചെയ്തു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി അവതരിക്കുമ്പോൾ രാജമന്ദിരങ്ങളോ സേവകരോ സാമ്രാജ്യങ്ങളോ സൈന്യവ്യൂഹങ്ങളോ ഒന്നുമില്ലാതെ എളിയവരിൽ എളിയവനായി കാലിത്തൊഴുത്തിൽ ഇടം തേടി. കാരണം അവിടുന്ന് ഭൂജാതനായത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിച്ച് നിത്യരക്ഷയിലേക്ക് ആനയിക്കാനാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞവർക്ക് മോചനദ്രവ്യമായി, അന്ധർക്ക് കാഴ്ചയായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമായി. കാലത്തിന്റെ തികവിൽ വചനമായ ദൈവം മാംസമായി അവതരിച്ചു. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് വിളിക്കണം. മഹാരാജാവ് അഗസ്റ്റസ് സീസർ പുറപ്പെടുവിക്കുന്ന രാജതന്ത്രം. റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള എല്ലാ പ്രജകളും തങ്ങളുടെ നഗരത്തിൽ ചെന്ന് പേരെഴുതിച്ച്, അല്ലാത്ത പക്ഷം കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇതിനകം അറിയിച്ചു കൊടുക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പട്ടണമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കണം. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ഞാനിതാ യാത്രയായി. എനിക്ക് വയ്യ ജോസഫ്, ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, ജോസഫ്, എനിക്ക് വയ്യ. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. നമുക്കിവിടെ ഒരു മുറിയിൽ ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഓ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മുറികളൊന്നും ഇല്ലെന്ന്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇവിടുത്തെ സത്രങ്ങളെല്ലാം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ നേരത്തെ നിങ്ങൾ പുതിയ മുറികൾ അന്വേഷിക്കുന്നതോ ദൂരെ യാത്ര ചെയ്യുന്നതോ ഉചിതമല്ല. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ അതൊരു
മുറിയല്ല. താങ്കൾ അത് കാണുന്നില്ലേ? അവിടെ കാലിത്തൊഴുത്താണ്. തൽക്കാലം നിങ്ങളത് ഉപയോഗിച്ചു കൊള്ളൂ. വരൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദനം തന്നെ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ വേദനം തന്നെ വന്നു. രാജാവിരാജന്റെ പൊൻതിരുമേനി കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ തൊഴിലും യജമാനൻ ദേവനാദം കേട്ടു വന്നരാതികൾ വിടരും വാണി ചെള്ളിമേഘങ്ങൾ ഒഴുകും രാവി അങ്ങനെ രക്ഷയുടെ പ്രതീകമായ ഈ തിരുക്കുമാരന്റെ തിരുപ്പിറവിയിൽ നമുക്കും സന്തോഷിക്കാം. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമാ, സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമാ, ബെത്ലഹേമിന്റെ മാറിയൊരാരോമം നിറഞ്ഞല്ലോ.